കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ആരാധനയിൻ നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയിൻ പരിശുദ്ധ പരമാധികാരനീശയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരനീശയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഒരുപാട് മക്കള് കൊറോണ ഭീഷണിയില്, കൊറോണ രോഗത്താൽ വലയുന്നു. ഈശോയെ എല്ലാവരെയും ദിവ്യകാരുണ്യനാഥ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഏറെ പ്രത്യേകമായി ബഹുമാനപ്പെട്ട നായിക്കമ്പറമ്പിൽ അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എല്ലാ ധ്യാനഗുരുക്കന്മാർക്കും അഭിഷിക്തർക്കും പ്രേക്ഷിതർക്കും ലോകം മുഴുവനുള്ളവർക്കും ഈശോയെ നിന്റെ പ്രത്യേകമായ സംരക്ഷണം പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ അന്തവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. സത്യവും നീ
ഈശോ ഒന്ന് ചേർന്ന് ഹല്ലേലൂയ 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 സ്വരമുയർത്തി ഒന്ന് ചേർന്ന് പാടാം ഹല്ലേലൂയ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ ഹല്ലേലൂയ 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 ആമേൻ. ഏറ്റു പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ശ്രദ്ധിക്കട്ടെ. ഉടമ്പടി നിയോഗങ്ങള് ഇതുവരെ നടന്ന നിയോഗങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ തിരുസഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ച് പഠനങ്ങൾ നടത്തുന്നതിനായി ആരാധനയിൽ അമ്മയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ച് സഭ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാനുള്ള അത് നടപ്പിലെടുത്താനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മയുടെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി
തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പവും കൂടുതൽ അനുഭവിക്കുവാൻ ആത്മീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ 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 അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിന് പ്രപഞ്ച പ്രകൃതിയെ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ശബമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം, ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള നിയോഗങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇപ്പോഴ് ഓർത്ത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. ഓൺലൈൻ ഉടമ്പടിയിലും തീർത്ഥാടന ഉടമ്പടിയിലും വെച്ചിട്ടുള്ള പ്രത്യേക നിയോഗങ്ങൾ, ഡയറ്റക്കാരന് പേർ റിക്വസ്റ്റിട്ടുള്ളവരെ ആ നിയോഗങ്ങൾ, കൃപാസനത്തെ ഫോൺ വിളിച്ച് പ്രാർത്ഥന സഹായം അപേക്ഷിച്ചിട്ടുള്ളവർ ആ നിയോഗങ്ങൾ ഇപ്പോഴ് പരിശുദ്ധ അമ്മ വഴി ആരാധന ദിവ്യകാരുണ്യ തിരുസന്നിധി സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ. ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. പ്രിയമുള്ളവരെ, ഉടമ്പടി ധ്യാനം, മരിയൻ ഉടമ്പടി ധ്യാനമാണ് നമ്മൾ കൂടുന്നത്. ഉടമ്പടി ധ്യാനം അന്വേഷിക്കുന്നത് ജീവിതത്തിൻ്റെ ദൈവത്തിൻ്റെ ഇടപെടലുകളും ഒരു വചനാധിഷ്ഠിതമായ ജീവിത സാക്ഷ്യത്തിന് നമ്മളെ അതെങ്ങനെ ഒരുക്കുന്നു, അതെങ്ങനെ അനുഗ്രഹമായി മാറുന്നു, കൃപയായി മാറുന്നു, അങ്ങനെ ആത്യന്തികമായ ചില ജീവിത വിഷയങ്ങളാണ് എപ്പോഴും ഉടമ്പടിയിൽ നമ്മൾ ധ്യാനിക്കുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയം തോബിയാസിൻ്റെ ജീവിതമാണ്. ബൈബിളിലെ തോബിയാസ് എന്ന് മാത്രം പേര് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. ഭയങ്കരമായ ഒരു പുസ്തകമാണ്. ഇടയ്ക്ക് നിങ്ങൾ വായിക്കുന്നത് നല്ലതാണ്. ഒരു മനുഷ്യൻ, ദൈവഭയമുള്ളൊരു മനുഷ്യൻ എങ്ങനെയാണ് ലോകകാര്യങ്ങളെ സമീപിക്കുന്നത്. ഇറ്റ്സ് ഗ്രേറ്റ് ആൻഡ് വണ്ടർഫുൾ. ഒരു ദൈവ പൈതലെ വ്യത്യസ്തമായ ജീവിതത്തിൻ്റെ കാലാവസ്ഥകളിലെ എങ്ങനെയാണ് നിറഭേദമില്ലാതെ ദൈവതിരുസന്നിധിയിൽ മങ്ങലേൽക്കാതെ നിൽക്കണത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങളൊന്ന് തോബിയാസ് 1:3 ഭയങ്കര രസമുള്ള വചനമാണ്. അദ്ദേഹത്തിൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷനാണ്, സ്വയം നമ്മളെ പരിചയപ്പെടുത്തണമാണ്. എന്താണ്? ഞാൻ തോബിയാസ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു രസം തോന്നും.
തോബിയാസ് 1:3, ഞാൻ തോബിയാസ്. ഇനി അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ രസമാണ്. എന്താണ്? ജീവിതകാലം അത്രയും സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗത്തിലാണ് ചരിച്ചത്. വിത്ത് കോൺഫിഡൻസ് ആ മനുഷ്യൻ നമ്മളോട് പറയുന്നതാണ്, ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ സത്യത്തിലും നീതിയിലുമാണ് ചരിച്ചതെന്ന്. പക്ഷേ ഞാനത് ആ പുസ്തകം നമ്മൾ മൊത്തം വായിക്കുമെന്നൊക്കെ മനസ്സിലാകണത് ഒരു ദൈവ പൈതൽ ആ സത്യവും നീതിയേക്കാളും തോബിയാസിൻ്റെ ആധ്യാത്മിക നിലവാരം വളരെയേറെ ഉയർന്നതാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്, അതായത് അദ്ദേഹം പറയും, ഞാൻ നഫ്താലി ഗോത്രത്തിലുള്ളയാളാണ്. ഇസ്രയേലിൻ്റെ ലീസ്റ്റ് ഗോത്രങ്ങളിലൊന്നാണ് നഫ്താലി. അത്ര നല്ല ഗോത്രമല്ല. അത് അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൽ തന്നെ ഉണ്ട്. നഫ്താലിയുടെ എൻ്റെ ചാർച്ചക്കാരും ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും ഒക്കെ ബാലിനെ ആരാധിക്കാൻ പോയെന്ന്. എപ്പോഴും മനുഷ്യൻ്റെ ഈശ്വര വിശ്വാസികളുടെ ഒരു ടെൻഡൻസിയാണ്. ഇപ്പം പത്രോസ് തന്നെ നമ്മുടെ യോഹന്നാൻ മാന്താന തന്നെ ചോദിച്ചില്ലേ, നീയാണോ യേശു ക്രിസ്തു രക്ഷകൻ, അതോ വേറെ ആരെങ്കിലും ഞങ്ങളെ അന്വേഷിക്കണമോ? ഇപ്പം നമ്മുടെ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം ഒരു 7 വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നീയാണോ രക്ഷകൻ. അദ്ദേഹം കാര്യം യോഹന്നാൻ മാന്താന അങ്ങനെ ചോദിക്കുന്നത് പോലെ നമ്മളും ഏതെങ്കിലും കാലത്തൊക്കെ മനുഷ്യൻ ചോദിച്ചു പോകേണ്ട ചോദ്യങ്ങളാണ്. കാരണം ഉടമ്പടി ധ്യാനത്തിൽ നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യണത്, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിത വ്യാപാരങ്ങളിൽ ഏതെങ്കിലും കാലത്ത് ദൈവതിരുസന്നിധിയിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഉന്നയിക്കുന്ന ചില ജീവിത ദുർഘടഘട്ടങ്ങളാണ്. അപ്പം ഇദ്ദേഹം പറയണത്, ഞാൻ നഫ്താലി ഗോത്രക്കാരനാണ്, എൻ്റെ ചാർച്ചക്കാരെല്ലാവരും തന്നെ കർത്താവിനെ വിട്ടുപോയെന്ന്. ജീവിത ക്ലേശങ്ങളും അധികാര ആഡംബരങ്ങളുടെ ആകർഷണങ്ങളൊക്കെ വന്നപ്പോൾ സത്യദൈവത്തെ വിട്ടുപോയ ഒരു മനുഷ്യനിൽ അവശേഷിക്കുന്ന അവസാനത്തെ കണ്ണിയാണെങ്കിൽ, അതായത് പല പല പ്രലോഭനങ്ങളെ അതിജീവിച്ചാണ് ഈ മനുഷ്യൻ നീതി കാണിച്ച് നിൽക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു, ഞാൻ തോബിയാസാണ്, ജീവിതകാലം മുഴുവൻ നീതിയും സത്യവും നിറവേറ്റി. എന്ന് വെച്ചാൽ ദൈവത്തെ മുൻനിർത്തിയാണ്. ഞാൻ അസറിയായിലേക്ക് എന്നെ തടങ്കലിൽ പിടിച്ചുകൊണ്ട് പോയപ്പോഴും അവിടെയുള്ളവരെല്ലാം നിഷിദ്ധമായ ഭക്ഷണം കഴിച്ചപ്പോഴും ഞാൻ കഴിച്ചില്ല. എന്താണ് കഴിക്കാതിരുന്നെന്ന് ചോദിച്ചാൽ, എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയായിരുന്നു എൻ്റെ മനസ്സിലെന്ന്. അത് ഒരു വല്ലാത്ത വചനമാണ്. എല്ലാവരും നിഷിദ്ധമായ ഭക്ഷണം കഴിച്ചപ്പോഴും എൻ്റെ കൂടെയുള്ളവരും കുടുംബത്തിലുള്ളവരും ഒക്കെ എല്ലാം നിഷിദ്ധമായ ഭക്ഷണം കഴിച്ചപ്പോഴും ഞാൻ പട്ടിണി നിന്നോ? എന്താണ് പട്ടിണി നിൽക്കാൻ കാരണം? എൻ്റെ കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മയാണെന്ന്. അത് ഞാൻ വായിച്ചപ്പോൾ സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാര്യം ദൈവസ്നേഹമുള്ളവർ ആര് വായിച്ചാലും അത് നമുക്ക് കണ്ണ് നിറഞ്ഞു. അതായത് ആ മനുഷ്യൻ അപ്പോഴും പട്ടിണി നിൽക്കുന്നതിൻ്റെ പിന്നിലുള്ളത് എൻ്റെ കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മയാണ്. ഇപ്പം നമ്മളും ദിവ്യകുർബാനയുടെ ജീവിതം ജീവിക്കുന്നവരാണ് അല്ലേ ക്രൈസ്തവർ. അത് ആ ജീവിതം ഒരു ഓർമ്മപ്പടിയായിട്ട് നമ്മൾ ജീവിക്കണത്. കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ അവനെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്. എന്ത്? കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മ. പാപം ചെയ്യാതിരിക്കാനും കൃപയിൽ വളരാനുള്ള സുവിശേഷ സാക്ഷ്യ പ്രവർത്തികൾ ചെയ്യാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുമ്പോഴും ഈശോ പറഞ്ഞത്, ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുമെന്നാണ്. എൻ്റെ വാക്കും പ്രവൃത്തിയും നിങ്ങളെ
അനുസ്മരിപ്പിക്കും. അതായത് ഒരു മനുഷ്യന് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ വേഴ്സ് ആൻഡ് ഡീഡ്സാണ്, അല്ലേ? ഒരു മനുഷ്യൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളുമാണ് അദ്ദേഹം. അപ്പോഴേ യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും നമ്മളെ അനുസ്മരിപ്പിക്കും എന്ന് പറഞ്ഞാൽ യേശുവിനെ അനുസ്മരിപ്പിക്കും എന്നർത്ഥം. ഇപ്പം യോഹന്നാൻ 14:26 എന്താ പരിശുദ്ധ ഈശോ പറയണത്? ഞാൻ പഠിപ്പിച്ച് യോഹന്നാൻ 14:26, അതായത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും എന്ന് വെച്ചാൽ എൻ്റെ വാക്കും എൻ്റെ പ്രവൃത്തിയും നിങ്ങളെ അനുസ്മരിപ്പിക്കും. ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്താണ്? വാക്കും പ്രവൃത്തിയുമാണ്. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവ് യേശുവിനെ നമ്മളെ അനുസ്മരിപ്പിച്ചു കൊണ്ടേയിരിക്കും. പ്രാർത്ഥിക്കുക. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിലെ ഏത് നിമിഷവും കർത്താവിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഇരിക്കാനുള്ള പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണം. ശ്രുതിയുടെ ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. രോഗമുള്ളിടത്ത് നിങ്ങൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അത് വിശ്വാസപ്രമാണം ചെല്ലണം, അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലിയാൽ മതി. രോഗമുള്ളിടത്ത് കർത്താവ് ഇപ്പോൾ നിങ്ങളെ സുഖപ്പെടുത്തുന്ന സമയമാണ്. രോഗമുള്ളിടത്ത് തൊണ്ടരോഗമുള്ളവരുണ്ടാവും. ടോൺസൈറ്റ് രോഗികൾ, തൈറോയ്ഡ് രോഗികളൊക്കെ തൊണ്ടരോഗം, നെഞ്ചുവേദനക്കാർ, കരരോഗികളൊക്കെ നെഞ്ചിൽ കൈവെക്കണം. ഉദരരോഗികളെ, പിസ്തുല രോഗികളെ, PCOD രോഗികൾ, ഗർഭസ്ഥ ശിശു ഉള്ളവർ, അവന് തൂക്കമില്ലാത്തവർ, ഗർഭസ്ഥ ശിശുവിനെ ഹൃദയസ്പന്ദനം കുറഞ്ഞിട്ടുള്ളവർ, വെയിറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ടുള്ളവരെല്ലാം ഗർഭിണികളെ അടിവയറ്റ് കൈവെക്കണം. പിസ്തുല രോഗികൾ, അൾസർ രോഗികളൊക്കെ എല്ലാം അടിവയറ്റ് കൈവെക്കണം. വ്യത്യസ്തങ്ങളായ സ്രാവ രോഗികളുണ്ട്. ദ്വാരങ്ങളിൽ നിന്നൊക്കെ പഴുപ്പും ചോരയൊക്കെ എപ്പോഴും പുറത്തു വരുന്ന സ്രാവരോഗികൾ, അവരെല്ലാം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അവരുടെ സന്തോഷത്തോടെ സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. കർത്താവ് അവരെ സ്പർശിച്ച് സുഖപ്പെടുത്തും. വിവാഹം ഒത്തുവരാത്തവരുണ്ട്, കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട്, വീടില്ലാത്തവർ, അതുപോലെ തന്നെ ജോലിയില്ലാത്തവർ, വിദേശ ജോലി നഷ്ടപ്പെട്ടിട്ട് അവിടെ സാലറി ഇല്ലാതെ ജീവിക്കുന്നവരുണ്ട്, ഇവിടുന്ന് പോകാൻ വേണ്ടി പാടുപെടുന്നവരുണ്ട്. അവരെല്ലാം ഈ സമയത്ത് ഓർക്കുകയാണ്. നിങ്ങൾ ആ ഉദ്യമങ്ങളിൽ നിന്ന് പിന്തിരിയരുത്. കൃപാസനത്തിൻ്റെ അമ്മ നിങ്ങളെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളെത്തിക്കും. ഉദ്യമങ്ങളിൽ നിന്ന് പിന്തിരിയണ്ട. ഞങ്ങളിവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പുതിയ കോഴ്സ് ആരംഭിച്ചിട്ടുള്ളവരുണ്ട്, പുതിയ കോഴ്സിന് വേണ്ടി അഡ്മിഷന് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. പുതിയ പരീക്ഷ എഴുതുന്നവരും റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരുണ്ട്, പുതിയ കോഴ്സിന് അഡ്മിഷൻ പ്രതീക്ഷിക്കുന്നവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കണം. 10,000 പ്രാർത്ഥിച്ചിട്ടുള്ള, ഇപ്പോഴും ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ദൈവസന്നിധാനത്തിലാണ്. ഇക്കാലങ്ങളിലെ മനുഷ്യൻ്റെ വേദനയും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ജീവിതഭാരങ്ങളും എല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോ ഏറ്റെടുക്കുന്ന ഒരു വലിയ അൾത്താറയിൽ നിന്നാണ് ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി ദൈവദുരസ്ഥനിലേക്ക് അർപ്പിക്കപ്പെടുന്നത്. കുടുംബ സമാധാനം നഷ്ടപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നുണ്ട് ഇപ്പോഴേ. അതുപോലെ തന്നെ മക്കളെ പ്രതി വേഗത അനുഭവിക്കുന്നവർ, പ്രേമങ്ങളെ അകപ്പെട്ടിരിക്കുന്നവർ, അതുപോലെ പ്രേമചതിയിൽപ്പെട്ടവർ,
പ്രേമത്തിൽ പിരിഞ്ഞിരിക്കുന്ന കാരണം ഭയങ്കരമായ സങ്കടങ്ങളിലും തകർച്ചയിലും വേദനിക്കുന്നവരുണ്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തേക്കപ്പെട്ടവരുണ്ട്. ശാരീരിക ബന്ധം കഴിഞ്ഞതിന് ശേഷം ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട്. അവർ ബന്ധുനീറി കുടുംബങ്ങളിലും സ്വന്തം വീട്ടിലും ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാവരും ഞങ്ങൾ ഈ ആൾക്കാരെ ഓർക്കുകയാണ്. നിങ്ങളെ ഇപ്പോഴും അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. മക്കളെ വിഷമിക്കരുത്, ഒരു കാരണവശാലും തേങ്ങരുത്. ഇത് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വിഷയത്തിൻ്റെ മേലും ദൈവികമായ ഇടപെടലുണ്ടാകും. ഞങ്ങളതിനു വേണ്ടിയാണ് ഈ ആരാധന നടത്താൻ പോകുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത്. കടം കയറി മുടിഞ്ഞവരുണ്ട്. അവരെല്ലാം നിങ്ങളവർക്ക് എങ്ങനെ ഞാൻ വീട്ടുമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. പക്ഷെ കോടികളെ വീട്ടിട്ടുള്ളൊരു സ്ഥലത്താണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ കോടികൾ കടങ്ങളെ വീട്ടിട്ട് തിരിച്ചു വന്ന് നന്ദി പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്തു നിന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കൾ സന്തോഷമായിട്ടിരിക്കണം. അതുപോലെ തന്നെ അകത്ത് ശരീരത്തിൻ്റെ ഉള്ളിലെ സിസ്റ്റ് രോഗികൾ, ക്യാൻസർ രോഗികൾ, ശ്വാസകോശം മുഴുവൻ കോവിഡായി പോയവർ, കോവിഡ് കഴിഞ്ഞതിന് ശേഷവും ശ്വാസം എടുക്കും പ്രയാസമുള്ള രോഗികൾ, അവിടെ ശ്വാസകോശം കഴുകപ്പെടുന്ന സമയമാണ്. നെഞ്ച് കൈവച്ചാൽ മതി നിങ്ങൾ. അവിടെ ശ്വാസകോശം കഴുകപ്പെടുന്ന സമയമാണ്. നിങ്ങൾ ആരെങ്കിലും വെന്റിലേറ്ററായിട്ട് ബോധക്കേട് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി, നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടി നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിച്ചാൽ മതി. അവർ ICUവിലായാലും വെന്റിലേറ്ററായാലും ഇപ്പോഴും കർത്താവ് സ്പർശിക്കുക അവരെ. കർത്താവേ, നിൻ്റെ അമ്മ പരിശുദ്ധമ്മ ദേവമാതാവ് പ്രത്യക്ഷപ്പെടാൻ വേണ്ടി ഈ അൾത്താർ നീ തിരഞ്ഞെടുത്തതാണ്. തീർച്ചയായിട്ടും ഈശോ, ഈ അൾത്താരെക്കുറിച്ച് നിനക്ക് സ്വപ്നങ്ങളുണ്ട്. ഈ അൾത്താറിൽ ആശ്രയിക്കുന്നവരെക്കുറിച്ച് നിനക്ക് സ്വപ്നങ്ങളുണ്ട്. കർത്താവ് നിൻ്റെ വലതുകരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിൻ്റെ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ 35 വർഷത്തെ പൗരോഹിത്യം കൊണ്ട് ഞാൻ ശുശ്രൂഷിച്ച് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഇപ്പോൾ ആരെല്ലാം പ്രാർത്ഥിക്കുന്നു അവരെല്ലാം ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ സൗഖ്യവും അനുഭവിക്കട്ടെ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യത്യസ്തമായ ജീവിത മേഖലകളെ നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. എല്ലാ ജീവിത ദുരിതങ്ങളും ഉടമ്പടി നിയോഗങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശിരസ്സ് നമിച്ച് ഈശോയെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.